അപ്പം മമ്മൂട്ടിയിലേക്ക് ഫസ്റ്റ് സിനിമ തന്നെ മമ്മൂക്കന്റെ കൂടെയാണ് ചെയ്തത്. അപ്പം മമ്മൂട്ടിയിലേക്ക് അത് എത്തിയത് എങ്ങനെയായിരുന്നു? ഞാൻ ജോയ് മാത്യുവിന്റെ ഇന്റർവ്യൂ കേട്ടായിരുന്നു. മമ്മൂക്ക സെലക്ട് ചെയ്തതാണ് ആ കഥ എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയല്ല. അതായത് മമ്മൂക്കയോടൊപ്പം കുറച്ച് സിനിമകളിൽ ഞാൻ സഹസംവിധാനമായിട്ട് വർക്ക് ഉം, ചെയ്തിട്ടുണ്ട്. ഉം, ഉം. അപ്പോഴൊക്കെ നമുക്ക് ഏതൊരു ആളും സ്വതന്ത്രനാകുമ്പോൾ നമ്മളൊരു ആഗ്രഹമാണ് സൂപ്പർ താരത്തിനെ വെച്ചിട്ട് ഒറ്റൂടെ ചെയ്യാന്നുള്ളത്. നമുക്ക് സംവിധാനം ചെയ്യാന്നുള്ളത്. പ്രത്യേകിച്ച് മമ്മൂക്കയെ പോലെ. കാരണം വെച്ചാൽ മമ്മൂക്കയാണ് ഒരുപാട് പുതിയ ആളുകൾക്ക് അവസരം കൊടുത്തിരിക്കുന്ന കൊടുക്കുന്നത്. നടൻ എന്നുള്ളത് മമ്മൂക്കയ്ക്ക് ഉള്ളതാണ്. അപ്പം മനസ്സിൽ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ നമ്മൾ ഈ കഥ പറഞ്ഞു വന്നു ഇത് അപ്പം ഒരു ആർട്ടിസ്റ്റിനെ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ജോയേട്ടൻ അത് എഴുതാനിരിക്കുന്നു. കംപ്ലീറ്റ് അത് എഴുതി തീർത്തതിന് ശേഷം നമ്മൾ ആര് എന്നുള്ള ആലോചന വന്നു. അങ്ങനെ പുത്തൻപണം എന്ന് പറഞ്ഞ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ യാദൃശികമായിട്ട് മമ്മൂക്ക ആ കഥ കേൾക്കുകയും അങ്ങനെ മമ്മൂക്ക ചെയ്യാമെന്ന് ഏൽക്കുകയും ചെയ്യും. അങ്ങനെയാണ് അതൊരു കൊച്ചു സിനിമ എന്നുള്ള രീതിയിൽ അതൊരു മെഗാസ്റ്റാർ ഒരു സിനിമയിലേക്ക് എത്തിപ്പെട്ടത്. അതൊക്കെ യാദൃശികമായി നമ്മളതൊന്നും പ്ലാൻ ചെയ്തതല്ല. അത് ഹിറ്റായ ഒരു സിനിമയായിരുന്നില്ലേ? കമേഴ്ഷ്യലി ഹിറ്റായിരുന്നു ഹിറ്റായ അത്. ഒരു അതെ. സിനിമയായിരുന്നു. അപ്പൊ ഇത്തരത്തിലൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു നെഗറ്റീവ് അല്ല, പക്ഷെങ്കിൽ നമുക്ക് നെഗറ്റീവ് ആണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് അതെ അല്ലേ അതെ അതെ മമ്മൂട്ടി അതെ. ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ കഥ പറഞ്ഞപ്പോ മമ്മൂക്കേന്റെ ഇത് എന്തായിരുന്നു, ഈ ഒരു സമീപനം എന്തായിരുന്നു? അല്ല, ഇന്ന ക്യാരക്ടറുകൾ ചെയ്യണമെന്ന് സിനിമയുടെ ഒരു മൊത്തം കഥയായിരുന്നു ആ, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ. അപ്പോൾ അദ്ദേഹം പറയും ആ കൃഷ്ണകുമാറിൻ്റെ ക്യാരക്ടർ ഞാൻ ചെയ്യാമെന്ന് പറയും. അപ്പം ജോയേട്ടനും നമുക്കൊക്കെ ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. കാരണം മമ്മൂക്കയെ പോലുള്ള ഒരാൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഉം. കാരണം മലയാളികളുടെ ഒരു മോറൽ അംബാസഡർ ആണല്ലോ മമ്മൂക്ക എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഞങ്ങൾക്കും ഉണ്ടെങ്കിലും പക്ഷേ അത് സിനിമ സംഭവിച്ചപ്പോൾ ആ റോൾ മമ്മൂക്ക ചെയ്തപ്പോൾ അത് വളരെ മനോഹരമാവുകയും എല്ലാവരും ചർച്ച ചെയ്യുകയും ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. ഇതൊരു റോഡ് മൂവി പോലെയാണ്. മീൻസ് അവരുടെ ഒരു ഉം. യാത്രയിൽ നിന്ന് തുടങ്ങിയിട്ട് അതെ. സിനിമ അങ്ങനെ മുന്നോട്ട് പോകുന്നതാണ്. അപ്പൊ ആ ഇതിന്റെ ഷൂട്ടിംഗ് സമയത്തൊക്കെ അതൊരു കുറേ സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട്. അതെ. എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് കോഴിക്കോടേക്കുള്ള ഒരു യാത്രയാണ് സിനിമ കാണിക്കുന്നത്. അപ്പൊ ആ സമയത്തുള്ള ഷൂട്ടിംഗ് സമയത്തൊക്കെ എങ്ങനെയായിരുന്നു? ഷൂട്ടിങ് ട്രാവലിംഗ് എല്ലാം നമ്മൾ ട്രാവൽ ചെയ്തിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അല്ലാതെ ഈ ഗ്രീൻ മാറ്റ്, ക്രോമ ഫ്ലോർ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. നമുക്ക് മമ്മൂക്ക ആയതുകൊണ്ട് അങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തീർക്കാം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെയാണ് പറഞ്ഞു നമുക്ക് ട്രാവൽ ചെയ്തിട്ട് തന്നെ അങ്ങനെ കോപ്പറേറ്റ് ചെയ്തിട്ടാണ് ആ പടം വിഷ്വലി ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഭംഗി അതെ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് അതെ അതെ അങ്കിൾ എന്ന് പറയുന്നത്. അതെ. അഴകപ്പൻ സാറ് അതെ. മനോഹരമായിട്ട് അത് ഷൂട്ട് അതിലെ ചെയ്തിട്ടുണ്ടായിരുന്നു. പാട്ടുകളും അതെ അതെ. മ്യൂസിക് വിജി ബിജിബാലായിരുന്നു ബാലായിരുന്നു. ചെയ്തത്. അതെ പാട്ടുകളും ഒരുപാട് നല്ല മനോഹരമായ അതെ പാട്ടുകളായിരുന്നു അതെ അതിന് അതെ ഉണ്ടായിരുന്നത്. അതെ. പിന്നെ ഇപ്പൊ ഉള്ള സിനിമകൾ എന്ന് പറഞ്ഞാൽ അപ്പൊ കോവിഡിന് ശേഷം ഒരുപാട് മാറിയിട്ടുണ്ട് സിനിമ എന്ന് അതെ അതെ പറയുന്നത്. ആളുകളുടെ പ്രേക്ഷകരുടെ ഒരു മനോഭാവമായാലും മാറിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഒരു തിയേറ്ററിൽ ഇന്ന് OTT പ്ലാറ്റ്ഫോം നമുക്ക് അവൈലബിൾ ആണ്. അതെ. അപ്പൊ തിയേറ്ററിൽ ചില സമയത്ത് ചില സിനിമകൾ വിജയിക്കുന്നില്ല. ഇപ്പം അതെ. ഇറങ്ങിയ സിനിമകളിൽ പോലും കുറച്ച് സിനിമകളാണ് വിജയിച്ചിട്ടുള്ളത്. ഉം. പക്ഷേ ഇപ്പം നോർമൽ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ആ സിനിമയ്ക്ക് ചിലപ്പോൾ തിയേറ്ററിൽ വിജയം കാണാൻ പറ്റിയില്ലെങ്കിലും OTT ഒരുപാട് സ്വീകാര്യത ലഭിക്കുന്ന സിനിമകളുണ്ട്. അതെ. അപ്പോൾ അടുത്തൊരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്ന ഒരാളാണ്. അപ്പൊ തിയേറ്ററിൽ ഇന്നത്തെ പ്രേക്ഷകനെ തിയേറ്ററിൽ ഇരുത്തിക്കണ എന്തൊക്കെ എലമെന്റ് വേണമെന്നാണ് വിശ്വസിക്കുന്നത്? അതായത് നമ്മൾ ഈ കോവിഡ് കാലത്ത് നമ്മൾ വീട്ടിലിരുന്ന് വേറെ ഒന്നും ചെയ്യാൻ ഇല്ലാതിരുന്ന സമയത്താണ് എല്ലാവരും TV ആശ്രയിച്ചിരിക്കുന്നത്. ആ സമയത്താണല്ലോ ഈ OTT പ്ലാറ്റ്ഫോം നമ്മളിങ്ങനെ സിനിമകൾ വീട്ടിൽ നിന്ന് കാണാൻ തുടങ്ങുന്നതും പുതിയ സിനിമകൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വരാനും തുടങ്ങിയത്. പക്ഷേ തിയേറ്റർ എക്സ്പീരിയൻസിൽ നമുക്ക് കാണേണ്ട സിനിമകൾ നമ്മൾ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണും. 2018 അതെ. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് അപ്പോൾ TV വരുമ്പോൾ നമുക്ക് നമ്മൾ വീണ്ടും കാണുകയായിരിക്കാം. പക്ഷേ അതൊന്ന് തിയേറ്ററിൽ പോയി കാണണം എന്ന് പറയുന്നത് അതിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളും എല്ലാമാണ്. അപ്പോൾ അതുപോലെ തിയേറ്ററിൽ വെച്ച് കാണേണ്ട സിനിമകൾ നമ്മൾ തീർച്ചയായും തിയേറ്ററിൽ തന്നെ കാണണം. അപ്പോൾ അടുത്ത സിനിമകൾ ചെയ്യുന്നത് തീർച്ചയായും തിയേറ്ററിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഫാമിലി ത്രില്ലർ ആണെങ്കിലും അത് നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ പല നല്ല സിനിമകളായാൽ പോലും ഒരു ഫാമിലി ഓറിയന്റഡ് അല്ലെങ്കിൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് അല്ല, ഒരു ചെറിയൊരു കഥയാണെങ്കിൽ പോലും മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ അതെ തിയേറ്ററിൽ അത് വിജയം കാണുന്നില്ല. OTT ഒരുപാട് പേര് കണ്ടിട്ട് അതിനുശേഷം നമ്മൾ ഫേസ്ബുക്കിലും അങ്ങനെ സോഷ്യൽ അതെ മീഡിയയിലൂടെ ആ അതെ സിനിമയ്ക്ക് ഒരു മൗത്ത് പബ്ലിസിറ്റി അതെ കിട്ടുന്നുണ്ട് വലുതായിട്ട്. അത് എന്താണെന്ന് അറിയില്ല. കാരണം കുറേ സിനിമകൾ ചെറിയ ചെറിയ സിനിമകൾ നമ്മൾ പിന്നീട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എന്താണ് മാർക്കറ്റിംഗ് ആണോ എന്താണോ അതിനെപ്പറ്റി ഒക്കെ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷേ സിനിമകൾ മുമ്പത്തേക്കാളും ഒരുപാട് എണ്ണം കൂടിയിരിക്കുന്നു ഇപ്പോൾ. കാരണം വെച്ചാൽ ഇപ്പോൾ ടെക്നിക്കൽ പരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നല്ലോ. മുമ്പത്തെ പോലെയല്ല. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വർഷം ഇറങ്ങേണ്ട സിനിമ ഏകദേശം ഈ ഒരു 5-6 മാസത്തോളം ഒരു ഒരുപാട് വർഷത്തേക്കുള്ള സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ. പിന്നെ പുതിയ പുതിയ ആളുകൾ വരുന്നു. ഒരുപാട് പുതിയ ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഒക്കെ വരുന്നുണ്ട്. അവർക്ക് ഒരുപാട് ഇന്നത്തെ ആധുനിക ടെക്നോളജി ഉണ്ടല്ലോ, മുമ്പത്തെ പോലെയല്ല. അപ്പം സിനിമകളുടെ എണ്ണം കൂടുന്നുണ്ട്.
അപ്പോൾ അതിൽ നിന്ന് എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ അതിൽ നിന്ന് സെലക്ട് ചെയ്യായിരിക്കാം. കാരണം ഇന്നിപ്പോ ഒരു പ്രേക്ഷകന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു സിനിമ ഇറങ്ങിയാല് അതിൽ പണ്ടൊക്കെ ഒരു നടനെ നോക്കി കാണാൻ പോകുന്ന ഒരു ഇതുണ്ടായിരുന്നു, അല്ലെ അത് സംവിധായകന്റെ ഒരു സിനിമ ആണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ മുതൽ ക്യാമറ, മ്യൂസിക് ഒക്കെ അവർ എഡിറ്റിംഗ് ഒക്കെ നോക്കിയിട്ടാണ് ഒരു സിനിമേനെ ആളുകൾ വിലയിരുത്തുന്നത്. ആ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പം ഇന്നൊരു സിനിമ ഇറക്കുമ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ക്യാരി ചെയ്തിട്ടാണ് ഒരു സിനിമ ഇറക്കേണ്ടത്. അത് ഒരു വലിയൊരു ഇതല്ലേ, ഒരു പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്താൻ പറ്റണ്ടേ? അതെ, വലിയൊരു വെല്ലുവിളി തന്നെയാണ് അത്. കാരണം മുമ്പ് ഈ പറഞ്ഞ പോലെ സിനിമയുടെ എണ്ണം കുറവായിരുന്നെങ്കിലും നമുക്ക് ആ ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് സിനിമ ചെയ്യാമായിരുന്നു. പക്ഷേ ഇന്ന് അതല്ല, തിയേറ്റർ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ വേണം. നമ്മൾ ഒരുപാട് ഘടകങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അതുപോലെ തന്നെ ഇപ്പം ഒരു സിനിമ ഇറങ്ങുമ്പം ഒരുപാട് വിമർശനങ്ങളും വരുന്നുണ്ട്. നല്ലത് പറയുമ്പോൾ അതിനെതിരെ വിമർശനങ്ങളും വരും. നമ്മൾ പല കാര്യങ്ങളും ഇപ്പൊ പൊളിറ്റിക്കലി കറക്റ്റ്നെസ് അങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ വരുമ്പോഴും സിനിമയെ എല്ലാ രീതിയിലും ഇങ്ങനെ എന്താ മുറിച്ച് പരിശോധിക്കുന്നുണ്ട് പ്രേക്ഷകർ. ആ ഒരു ഇതിനെ എങ്ങനെയാണെന്ന് അത്രത്തോളം മുറിച്ച് പരിശോധിക്കാനും ഈ എൻ്റെ രാഷ്ട്രീയപരമായിട്ട് അതിനെ ഞാൻ അത്ര അറിവുള്ള ഒരാളല്ല. ഞാൻ സിനിമ തന്നെ ഇപ്പം പഠിച്ചുകൊണ്ട് വരുന്ന ഒരാളാണ്. പക്ഷെ പ്രേക്ഷകർ അങ്ങനെ മാറിക്കഴിഞ്ഞു. ഇപ്പോ എന്ത് വന്നാലും അത് എല്ലാ കാര്യത്തിലും ഉണ്ടാവുമല്ലോ, സിനിമയുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റെന്ത് കാര്യത്തിലാണെങ്കിലും അങ്ങനെ ഉണ്ടാവുമല്ലോ.